മൊഡ്യൂൾ 1 റെഗുലർ ആയിട്ട് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കാം. ടു സ്മൂത്ത് സർക്കുലർ സിലിണ്ടേഴ്സ് each of weight W is equal to 100 Newton and radius R is equal to 60 mm are connected at their centers by a string AB of length L is equal to 160 mm and rest upon a horizontal plate. Supporting above them a third cylinder of weight Q is equal to 200 Newton and radius R is equal to 60 mm as shown in the figure. Find the force in the string AB and the pressure produced on the floor at the points of contact D and E. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 3 സിലിണ്ടേഴ്സ് ഉണ്ട്, A, B and C. The radius of 3 cylinders are same, that is 60 mm. 3 cylinders having 60 mm, 60 mm. എല്ലാം 60 mm തന്നെയാണ് റേഡിയസ് വരുന്നത്. But these two cylinders, cylinder A and B are 100 Newton, weighing 100 Newton. A and B are weighing 100 Newton and C is weighing 200 Newton. അതാണ് ഡിഫറൻസ്. സി എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ വരും, ബാക്കി രണ്ടെണ്ണം 100 ന്യൂട്ടൺ. ഓക്കെ. ആൻഡ് എ ആൻഡ് ബി ആർ കണക്റ്റഡ് ബൈ എ സ്ട്രിങ് എ ബി. എ ബി എന്ന് പറയുന്ന സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് 160 mm. ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട് ഓഫ് 100 ന്യൂട്ടൺ of radius 60 mm and we are having a third cylinder which is again of radius 60 mm and weight 200 Newton. And these two cylinders are connected by a string of length 160 mm. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് we need to find the pressure produced on the floor at the points of contact D and E. ഡിയുടെയും ഇയുടെയും പ്രഷർ കണ്ടുപിടിക്കണം, അതായത് അവിടുത്തെ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ആർ ഡി ആൻഡ് ആർ ഇ. ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കണം. നമ്മൾ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് പ്രഷർ എന്നുള്ളത്. അപ്പോൾ അവിടെയുള്ള റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഗൈൻ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ചെയ്യുന്ന പ്രോബ്ലം ആണ്. ഫസ്റ്റ് യു നീഡ് ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. ഓരോ സിലിണ്ടേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് വരയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് സിലിണ്ടർ സി വരയ്ക്കാം. അതിന്റെ വെയിറ്റ് 200 ന്യൂട്ടൺ കൂടെ നീങ്ങി താഴേക്ക് ആക്ട് ചെയ്യുന്നു. ദെൻ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് റിയാക്ഷൻ ഫോഴ്സ് ആർ എ സി വരുന്നുണ്ട്. ദെൻ റിയാക്ഷൻ ഫോഴ്സ് ആർ ബി സി വരുന്നുണ്ട്. ഇത്രയും ഫോഴ്സാണ് നമുക്ക് ബോഡി സിയിൽ വരുന്നത്. ഇനി ബോഡി എയിൽ വരുന്ന ഫോഴ്സുകൾ വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ഓഫ് ദ ബോഡി. വെയിറ്റ് ഓഫ് ദ ബോഡി എത്രയാണ്? 100 ന്യൂട്ടൺ. ദെൻ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. അപ്പോൾ ഈ ബോഡി സി എടുത്ത് ഈ എയുടെയും ബിയുടെയും നടുക്ക് വയ്ക്കുമ്പോൾ എയുടെ ടെൻഡൻസി ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനാണ്, ടുവേഴ്സ് ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനാണ്. ബിയുടെ ടെൻഡൻസി ടുവേഴ്സ് റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകാനാണ്. കാരണം സി എന്ന് പറയുന്ന വെയിറ്റ് മുകളിലിരിക്കുകയാണ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ടെൻഷൻ വരിക. അപ്പോൾ ടെൻഷൻ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ, ടി എ ടു ബി. ഓക്കെ. ദെൻ ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് വരുന്നതുകൊണ്ട് അവിടെ റിയാക്ഷൻ, അതായത് ആർ ഡി. ഓക്കെ. നെക്സ്റ്റ് എയും സിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, അപ്പോൾ അവിടെ റിയാക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ആർ എ സി. നമ്മൾ നേരത്തെ ഇവിടെ ഇപ്പുറത്ത് കൊടുത്ത അതേ ആർ എ സി തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതേ ആർ എ സി തന്നെ ഇവിടെ വരും. ഓക്കെ, സെയിം ഇൻക്ലിനേഷനിൽ ശരി. നൗ വി ആർ ഗോയിങ് ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോഡി ബി. ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ വെയിറ്റ് ഓഫ് ദ ബോഡി അഗെയിൻ 100 ന്യൂട്ടൺ. ദെൻ ടെൻഷൻ ടി ബി എ. ടി ബി എയും ടി എ ബിയും സെയിം തന്നെയാണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദെൻ റിയാക്ഷൻ, മുകളിലേക്കുള്ള റിയാക്ഷൻ, ദാറ്റ് ഈസ് ആർ ഇ. ദെൻ ഇവിടെ നിന്ന് വരുന്ന ആർ സി ടു ബി. ഓക്കെ, അത് ആർ സി ബിയും ആർ ബി സിയും ഒന്ന് തന്നെയാണ്, ആർ എ സിയും ആർ എ സിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആർ ബി സി തന്നെ കൊടുക്കാം, ആർ ബി സിയും തന്നെ കൊടുക്കാം. ഈ കൺഫ്യൂഷൻ ആവണ്ട. ആർ ബി സിയും ആർ സി ബി ഒന്ന് തന്നെയാണ്. ആർ ബി സി എന്ന് എഴുതിയാലും ആർ സി ബി എന്ന് എഴുതിയാലും കുഴപ്പമില്ല.
ഓക്കെ, അതായത് ബി ടു സിയും ബി സി ടു ബി എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ടി എ ബി, ഇവിടെ ടി എ ബി എന്ന് തന്നെ എഴുതാം, ഇനി കൺഫ്യൂഷൻ വേണ്ട. ടി എ ബി. അപ്പോൾ ബോഡി എ ഉണ്ട്, ബോഡി ബി ഉണ്ട്, മൂന്നിന്റെയും ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇനി സോൾവ് ചെയ്യുക. നമ്മൾ ഇവിടെ ഫസ്റ്റ് ബോഡി സി എടുക്കുമ്പോൾ നമുക്കത് ലാമിയസ് തിയറം വെച്ചിട്ട് വേണമെങ്കിൽ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് വെച്ചിട്ട് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സിഗ്മ എഫ് എക്സ് ഇസിക്കൽ 0, സിഗ്മ എഫ് ഐ ഇസിക്കൽ 0 വെച്ചിട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇക്വിലിബ്രിയം കണ്ടീഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്ലൈ ഇക്വിലിബ്രിയം കണ്ടീഷൻ sigma f is equal to 0 and sigma f is equal to 0 in body C. Sigma f is equal to 0 എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? സിഗ്മ എഫ് എക്സ് is equal to 0 എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ആർ എ സിയുടെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം, ആർ ബി സിയുടെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിലുള്ള ഈ ഡയഗ്രം ഉണ്ടല്ലോ, അതിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യണം. അതായത് ഇൻക്ലിനേഷൻ കിട്ടിയാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുകയാണ്, ഉണ്ടോ? അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ലൈൻ കൂടി വരച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ട്രയാങ്കിൾ ആവും. അപ്പോൾ ഇത് കറക്റ്റ് നടുക്കാണ് ഈ ലൈൻ വരുന്നത്. ഇത് L/2, ഇത് L/2. ഓക്കെ, പകുതി വരും, കാരണം ടോട്ടൽ ലെങ്ത് L ആണല്ലോ. L/2 L നമുക്ക് തന്നിട്ടാണ് 160. അപ്പോൾ ഇവിടെ എത്ര വരും? 80 mm, ഇപ്പുറത്ത് 80 mm. ഓക്കെ, ദെൻ ഈ ലെങ്ത് നമുക്കറിയാം, നമുക്ക് ആ ഹൈപ്പോട്ടേനിയസ് ലെങ്ത് നമുക്കറിയാം. ഹൈപ്പോട്ടേനിയസ് ലെങ്ത് എത്രയാണ് വരുന്നത്? ഈ ലെങ്ത് എ ടു സി ലെങ്ത്, ഹൈപ്പോട്ടേനിയസ് ലെങ്ത് എത്രയാണ് വരുന്നത്? അതായത് 60 + 60, അതായത് 60 ആണ് ഇതിന്റെ റേഡിയസ്, ഇതിന്റെ റേഡിയസ് 60 ആണ്. ടോട്ടൽ ഇതിന്റെ വരുന്നത് 120. ഓക്കെ, അപ്പൊ 80 ഉണ്ട്, 120. അപ്പൊ ഇവിടുത്തെ തീറ്റ ആംഗിൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ട്രയാംഗിളിനകത്ത് ഇത് 80 ഉണ്ട്, ഇവിടെ 120 ഉണ്ട്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്ത് ഒരു സൈഡ് 120, ഹൈപ്പോട്ടേനിയസ് 120, ബേസ് 80. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത്, തീറ്റ ഇസിക്കൽ ടു ടാൻ തീറ്റ, ഏതെടുക്കും? കോസ് തീറ്റ എടുക്കും അല്ലേ? കോസ് തീറ്റ ഇസിക്കൽ ടു അഡ്ജസൻറ്റ് സൈഡ് 80 ഡിവൈഡഡ് ബൈ 120. അപ്പോൾ തീറ്റ ഇസിക്കൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 80 ഡിവൈഡഡ് ബൈ 120. ഇതിന് നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? തീറ്റയുടെ വാല്യൂ കിട്ടും. തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 41 പോയിന്റ്, കാൽക്കുലേറ്റർ അടിച്ച് ചെയ്ത് നോക്കുമ്പോൾ 41.81 ഡിഗ്രിയാണ്. ഓക്കെ, തീറ്റയുടെ വാല്യൂ 41.81 ഡിഗ്രിയാണ്. സോറി, 41.81 അല്ല, 90 മൈനസ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 90 മൈനസ് 41.81, 90 മൈനസ് എത്രയാണ് വാല്യൂ വരുന്നത്? ഇത് കാൽക്കുലേറ്റർ ഡയറക്റ്റ് അടിച്ചാൽ മതി, ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുന്നതാണ്. 48.2 സംതിങ്. ഓക്കെ, അത് ചെയ്ത് നോക്കാം, നിങ്ങൾ കാൽക്കുലേറ്റർ എക്സാക്ട് വാല്യൂ ചെയ്ത് നോക്കുക. 48.2 ആണ്. ഓക്കെ, 48.2 ആണ്. ഓക്കെ, 48.2 ഡിഗ്രിയാണ് തീറ്റയുടെ വാല്യൂ വരുന്നത്. ഞാനിപ്പോൾ തീറ്റ ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം സെയിം തീറ്റ വാല്യൂ തന്നെ ഇപ്പുറത്തും വരും, കാരണം സെയിം പാറ്റേൺ ആണ് വരുന്നത്. ഇവിടെയും തീറ്റ തന്നെയാണ് വരുന്നത്, സെയിം തന്നെയാണ്. കാരണം ഈ ലെങ്ത് 120 ആണ്, ടോട്ടൽ ലെങ്ത് 120 ആണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ടോട്ടൽ ലെങ്ത് 120, ഇവിടെ 80 വരും. അപ്പോൾ അത് സെയിം തന്നെയാണ്, തീറ്റ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏതിന്റെ ഇൻക്ലിനേഷൻ കിട്ടി? നമുക്ക് ആർ എ സിയുടെ ഇൻക്ലിനേഷനും കിട്ടി. ആർ എ സിയുടെ ഇൻക്ലിനേഷൻ 48.2, ഇവിടെ 48.2. ആർ ബി സിയുടെ ഇൻക്ലിനേഷൻ 48.2. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻക്ലിനേഷൻസും നമുക്ക് കിട്ടി. ഇൻക്ലിനേഷൻ ഒന്നുകൂടി കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം, വിസിബിലിറ്റി കുറവായതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്യാം. 48.2 ആർ ഐ സി, ആർ ബി സിയും 48.2. എല്ലാ ഇൻക്ലിനേഷനും സെയിം തന്നെയാണ്. ഇവിടെയും നമുക്ക് ആർ ഐ സി ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 48.2, ഇത് 48.2. ഓക്കെ, ഇപ്പൊ ആർ ഐ സി ആർ ബി സിയുടെ ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് 48.2 തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നത് എവിടെയാണ്?
ഇക്വിലിബ്രിയം കണ്ടീഷനായ സിഗ്മ എഫ് എക്സ് ഇസ് ഇക്വൽ 0, സിഗ്മ എഫ് ഐ ഇസ് ഇക്വൽ 0. ഓക്കെ, അപ്പൊ സിഗ്മ എഫ് എക്സ് എന്തൊക്കെയാണ് വരുന്നത്? ബോഡി സിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സിഗ്മ എഫ് എക്സ്. ആർ എ സി കോസ് 48.2, അത് കാരണം പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നത്, ടുവേർഡ്സ് റൈറ്റ് ആണ് വരുന്നത്. ദെൻ മൈനസ് ആർ ബി സി കോസ് 48.2, ഇത് രണ്ടുമാണ് ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ. ദിസ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആർ എ സി ഇസ് ഈക്വൽ ടു ആർ ബി സി കോസ് RBC cos 48.2 divided by cos 48.2. ഇത് രണ്ട് cos 48.2 കൊണ്ട് ക്യാൻസൽ ആയിട്ട് RAC is equal to RBC എന്ന് കിട്ടി. So this is equation number 1. Okay, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രീ ബോഡി ഡയഗ്രാം അപ്ലൈങ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫോർ അതിന് മുന്നേ സിഗ്മ എഫ് ഐ ഇസിക്വൽ 0 നമ്മളത് അപ്ലൈ ചെയ്തില്ല. സിഗ്മ എഫ് ഐ ബോഡി ബിയിൽ തന്നെ സിഗ്മ എഫ് ഐ അപ്ലൈ ചെയ്യണം അല്ലേ? സിഗ്മ എഫ് ഐ ഇസിക്വൽ ടു 0 ബോഡി ബിയിൽ. അപ്പോൾ ഏതൊക്കെയാണ് സിഗ്മ എഫ് ഐ വരുന്നത്? താഴേക്ക് വെയിറ്റ് സിഗ്മ എഫ് ഐ എന്ന് പറയുമ്പോൾ സിഗ്മ എഫ് ഐ ഇസിക്വൽ ടു 200 ന്യൂട്ടൺ താഴേക്ക് വരുന്നുണ്ട്. പിന്നീട് മുകളിലേക്ക് പ്ലസ് ആർ എ സി സൈൻ 48.2 പ്ലസ് ആർ ബി സി സൈൻ 48.2. ഓൾറെഡി നമുക്ക് ആർ എ സി ഇസിക്വൽ ടു ആർ ബി സി എന്ന് കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 0, ടോട്ടൽ ഈക്വൽ ടു 0 ആണല്ലോ. സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആർ എ സി കണ്ടുപിടിക്കാം. അതായത് ആർ എ സി 2 ടൈംസ് ആർ എ സി സൈൻ 48. കാരണം ആർ എ സി ഇസിക്വൽ ടു ആർ ബി സി ആണല്ലോ. ഇസിക്വൽ ടു ഇത് മൈനസ് ആണ്, -2 ആണ്, താഴേക്കാണ് വെയിറ്റ് വരുന്നത്, അപ്പോൾ മൈനസ് വരും കേട്ടോ. ബാക്കി രണ്ടെണ്ണം മുകളിലേക്കാണ്. ആർ എ സി സൈൻ 48.2 മുകളിലേക്കാണ്, ആർ ബി സി സൈൻ 48.2 മുകളിലേക്കാണ്. ഇത് രണ്ടും മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് ആർ എ സി സൈൻ 48.2 ആർ ബി സി സൈൻ 48 മുകളിലേക്ക് ആയതുകൊണ്ട് അത് പോസിറ്റീവ് എടുക്കണം. വെയിറ്റ് താഴേക്കാണ് വരുന്നത്, അപ്പോൾ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 200 എന്ന് വരും. ദാറ്റ് ഈസ് ആർ എ സി ഇസ് ഈക്വൽ ടു എന്ന് വരും 200 ഡിവൈഡഡ് ബൈ 2 സൈൻ 48.2. ഇതിന്ന് ആർ എ സി ഇസ് ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ 2 ഇൻറ്റു സൈൻ 48.2. ആർ എ സിയുടെ വാല്യൂ കിട്ടും. ആർ എ സിയുടെ വാല്യൂ വരുന്നത് 132.3. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അപ്ലൈങ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓൺ ബോഡി എ എന്ന് പറയുന്ന ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെ വരും? സിഗ്മ എഫ് എക്സ് ഇസിക്വൽ 0, സിഗ്മ എഫ് ഐ ഇസിക്വൽ 0. അതിനകത്ത് അപ്ലൈ ചെയ്തേ സിഗ്മ എഫ് എക്സ് ഇസിക്വൽ ടു എന്തൊക്കെ വരും? സിഗ്മ എഫ് എക്സ് പറഞ്ഞ് ടി എ ബി പോസിറ്റീവ് ഡയറക്ഷനിലേക്ക്, ദെൻ മൈനസ് ആർ എ സി കോസ് 48.2. ഇത് രണ്ടുമാണ് വരുന്നത് അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ടി എ ബി ഇസിക്വൽ ടു ആർ എ സി കോസ് 48.2 ടി എ ബിയുടെ വാല്യൂ കിട്ടത്തില്ലേ? ടി എ ബിയുടെ വാല്യൂ എന്ത് വന്നു? കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടി എ ബി ഇസിക്വൽ ടു 88.2 ന്യൂട്ടൺ. കാരണം ആർ എ സിയുടെ വാല്യൂ നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 132.3. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി എ സിയുടെ വാല്യൂ കിട്ടും. അപ്പൊ ടി എ സി തന്നെയാണ് എന്ത്? ടി എ ബി തന്നെയാണ് നമ്മളുടെ ഏത്? ടി ബി എയും ടി എ ബി രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടി എ ബിയുടെ വാല്യൂ കിട്ടും. ഇനി സിഗ്മ എഫ് ഐ എടുക്കുമ്പോൾ താഴേക്ക് 100 ന്യൂട്ടൺ വരുന്നുണ്ട്. ഓക്കെ, മുകളിലേക്ക് ആർ ഡി, ദെൻ മൈനസ് ആർ എ സി സൈൻ 48.2 is equal to 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ആർ ഡി is equal to 100
പ്ലസ് RAC എന്ന് പറയുമ്പോൾ 132.3 സൈൻ 48.2. ഇതിന് RD എത്ര വന്നു? RD is equal to 198.61. 198.61 ആണ് RD വരിക. 198.61 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ അതാണ് RDയുടെ വാല്യൂ. അപ്പൊ RD കിട്ടി, TAB കിട്ടി, RAC കിട്ടി. അപ്പോൾ ഈ RD തന്നെയാണ് നമുക്ക് എന്ത് വരിക? സെയിം വാല്യൂ തന്നെയാണ് REയും വരിക. കാരണം രണ്ടും നമ്മൾ സിമെട്രി വെച്ച് നോക്കിയേ, RDയും RE ഇത് രണ്ടും സെയിം വെയിറ്റ് ആണല്ലോ. 100 ന്യൂട്ടൺ അടുത്തൊരു 200 ന്യൂട്ടൺ. ഇവിടെ എല്ലാ കാര്യങ്ങളും സിമെട്രി ആയതുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സെയിം വാല്യൂ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാം. ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുത്താൽ മതി. ഏത് ബോഡിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ? ബോഡി ഡിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുത്താൽ മതി. സിഗ്മ FX = 0, സിഗ്മ FY = 0 ചെയ്യുമ്പോൾ REയും നമുക്ക് എന്ത് കിട്ടും? 198.61. കാരണം ഈക്വൽ ആണ്. അതിന്റെ സെയിം RBയുടെ അതേ RAയുടെ അതേ ഇത് തന്നെയാണ്, ഡയഗ്രം തന്നെയാണ്. ഇക്വിലിബ്രിയം ഫ്രീ ഡയഗ്രം തന്നെയാണ് ബോഡി ബിക്കും വേണം. അപ്പൊ നിങ്ങൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ സെയിം വാല്യൂ തന്നെ വരും. അപ്പൊ അത് ചെയ്ത് നോക്കാം കേട്ടോ.